നീ ഡോക്ടർ, നീ എഞ്ചിനീയർ, നീ നേഴ്സ്, അല്ലെങ്കിൽ നീ ഗവൺമെന്റ് ജോബ്, ഇതൊക്കെ അങ്ങനെ പറയാൻ പറ്റും. അവർക്ക് ഇഷ്ടമില്ലാത്തത് അടിച്ചേൽപ്പിച്ചതിന്റെ പേരിലും കൂടി, അല്ലെങ്കിൽ സാഹചര്യങ്ങൾക്ക് കാരണം കിട്ടാത്തതിന്റെ ഒക്കെ പേരിൽ തോറ്റുപോയ ഒരുപാട് പേരുണ്ട്. അതായത് ഇവർക്ക് ഈ അലോട്ട്മെന്റ് പ്രശ്നം, ശരിക്കും അലോട്ട്മെന്റ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾക്ക് ഏതാണോ ഇഷ്ടം. ഇപ്പം എനിക്ക് താല്പര്യം മാത്തമാറ്റിക്സ് ആണ്, ഞാനൊരു എഞ്ചിനീയർ ആണ്, എൻ്റെ പ്രൊഫഷനാണ്, എനിക്ക് ഇഷ്ടം അതായതുകൊണ്ടാണ്. എനിക്കിഷ്ടം ഒരു മെഡിക്കൽ മേഖലയാണെങ്കിൽ ഞാൻ അതാ പഠിക്കുക, എൻ്റെ ഇഷ്ടത്തിന് ഞാൻ പഠിക്കേണ്ടത്. ഇതേപോലെയാണ് എൻ്റെ വിദ്യാർത്ഥികളുടെ കാര്യം. അവർക്ക് ഇഷ്ടമില്ലാത്തത് അടിച്ചേൽപ്പിച്ചതിൻ്റെ പേരിലും കൂടി, അല്ലെങ്കിൽ സാഹചര്യങ്ങൾക്ക് കാരണം കിട്ടാത്തതിൻ്റെ ഒക്കെ പേരിൽ തോറ്റുപോയ ഒരുപാട് പേരുണ്ട്. അതായത് വീട്ടിൽ നിന്ന് നിർബന്ധിക്കും എഞ്ചിനീയർ ആയാൽ മതി, നീ ഡോക്ടർ, നീ എഞ്ചിനീയർ, നീ നേഴ്സ്, അല്ലെങ്കിൽ നീ ഗവൺമെന്റ് ജോബ്, ഇതൊക്കെ അങ്ങനെ പറയാൻ പറ്റും. അത് ഇപ്പോൾ പറയട്ടെ, ഒരാളുടെ താല്പര്യം എന്ന് പറയുന്നത് ഒരിക്കലും 10ാം ക്ലാസ്സിലോ +2 വരെ, ചിലപ്പോൾ ഡിഗ്രി കഴിഞ്ഞിട്ടായിരിക്കും അയാൾക്ക് ബോധം, അതായത് ബുദ്ധന് ബോധോദയം വന്ന് പറഞ്ഞ പോലെ നമ്മളുടെ ഓരോ വ്യക്തികൾക്കും, ഓരോ മനുഷ്യന്മാർക്കും ഒരു പ്രാപ്തി, അല്ലെങ്കിൽ അവർക്കൊരു കാപ്പബിലിറ്റി പറയുന്നത് അവരോട് ചില ആളുകൾക്ക് മോഡലിംഗ് ആയിരിക്കും താല്പര്യം, ചില ആളുകൾക്ക് എഡിറ്റിംഗ് ആയിരിക്കും, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ആയിരിക്കും, അവരുടെ അഭിരുചിയാണ്. പക്ഷെ നമ്മൾ എന്താ ഒരു +2 ഒക്കെ മിനിമം വേണം. ശരിക്ക് ജോലിക്കൊക്കെ നമുക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ജോലിക്ക് ശരിക്ക് കഴിവ് നോക്കിയാൽ മതി. ഒരാളോട് ഇപ്പൊ സാറ് പറയാം, നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷനിക്ക്, ഇപ്പൊ സാറിന്റെ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ നിങ്ങളിപ്പോൾ ഒരു ആങ്കറിനെ ഹയർ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു കണ്ടന്റ് ക്രിയേറ്റർ എടുക്കുന്നുണ്ട്, നിങ്ങൾ ഏത് ഡിപ്പാർട്ട്മെന്റ്, ഒരു എഡിറ്റർ നിങ്ങൾ ഏത് ഡിപ്പാർട്ട്മെന്റ് എടുത്തോട്ടെ, നിങ്ങൾക്ക് വേണമെങ്കിൽ കഴിവ് നോക്കിയെടുക്കാം. പക്ഷെ നിങ്ങൾ എടുക്കുമോ? ഇല്ല. നിങ്ങൾ HR-നോട് എന്താ പറയാ, നിങ്ങളുടെ പേപ്പർ ക്വാളിഫിക്കേഷൻ ഡിഗ്രി കഴിഞ്ഞിരിക്കണം, ഇത്ര എക്സ്പീരിയൻസ് വേണം എന്ന് പറയും. എന്താ കാരണം എന്നറിയോ? ഒരു ജോലി ഹയറിംഗ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുത്താൽ വരുന്ന ആപ്ലിക്കേഷൻസിന്റെ എണ്ണം കൂടുതലാണ്. ഒരു പോസ്റ്റിന് 1000-10000 ആളുകളാണ് അപ്ലൈ ചെയ്യുന്നത്. ഈ 10000 ആൾക്കാർ ഇന്റർവ്യൂ ചെയ്യാൻ സാറിന് പറ്റുമോ? പറ്റത്തില്ല. അപ്പൊ ഫിൽട്ടർ ചെയ്യണം, ഒന്ന് ചെറുതാക്കണം. അപ്പൊ എന്ത് ചെയ്യും? ഡിഗ്രി ഉള്ളവർ വന്നാൽ മതി, ഒരു എക്സ്പീരിയൻസ് ഉള്ളവർ വന്നാൽ മതി. അതിലും വീണ്ടും ഷോർട്ട് ചെയ്യും. എന്നിട്ട് ആ ഷോർട്ട് ചെയ്ത ആൾക്കാരെ നമ്മൾ പോയിട്ട് ഇന്റർവ്യൂ ചെയ്യുള്ളൂ. സാർ എന്നിട്ട് ആ ക്വാളിറ്റി നോക്കുള്ളൂ.